പൊന്നാരത്തേങ്ങ വരെ ഈ കണ്ട ആളുകൾ മുഴുവൻ ക്യൂ ആയി നിൽക്കുന്നത് എന്തിനാണെന്നറിയാം ഞങ്ങൾക്ക്. വയനാട് കഴിഞ്ഞ് കർണാടക ബോർഡർ കടന്ന് നാഗർഹോളി ഫോറസ്റ്റ് വഴി 10 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഇവിടം എത്തുക. പിന്നീട് അങ്ങോട്ട് വനാതിർത്തിയിലേക്കുള്ള യാത്ര ഈ വാഹനത്തിലാണ്. തുടക്കത്തിലുള്ള വയലേലകളും നെൽപ്പാടങ്ങളും അവസാനിച്ച് വാഹനം വനാതിർത്തിയിലെത്തുമ്പോൾ യാത്രയും അല്പം വന്യമായി തുടങ്ങും. 50ഓളം ആളുകൾ കുത്തിനിറച്ച ഈ വാഹനത്തിൽ നിന്നിറങ്ങി 2 കിലോമീറ്റർ നടന്നാലേ കബനി നദിക്കരയിലെത്തും. കബനി നദിക്ക് ഇരുവശവും ആളുകളുടെ ക്യൂ ആണ്. അപ്പുറം കടക്കാനും കടന്നവർക്ക് ഇപ്പുറം കരപറ്റാനും. കബനിയും കടന്ന് 5 കിലോമീറ്റർ കാൽനട യാത്ര ചെയ്താലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കൂ. കൊടും വനത്തിനകത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഒരു മക്ബറ. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ചൊരു ഫോർമുല നിശ്ചയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വരുന്നവർ അവർക്കനുസരിച്ച് ഓരോ പ്രാർത്ഥനയിലും ആചാരങ്ങളിലും മുഴുകുന്നുണ്ട്. വിശ്വാസികൾ മക്ബറയിൽ ഒഴുക്കുന്ന പനനീറിൻ്റെയും ചന്ദനത്തിരിയുടെയും സുഗന്ധം ആ കാടിൻ്റെ അകത്തളങ്ങളിൽ മുഴുവൻ അതിൻ്റെ പരിമളം പടർത്തുന്നുമുണ്ട്. 150 വർഷങ്ങൾക്ക് മുമ്പ് മറവിട്ടുപോയ അബ്ദുൽ ബാരി തങ്ങളുടെ മഖബറയാണെന്നാണ് വിശ്വാസം. കൂടെ അദ്ദേഹത്തിൻ്റെ അനുയായിയായ ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ ഖബറുമുണ്ട്. വർഷത്തിലൊരേ ഒരു ദിവസം മാത്രം കർണാടക വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം നടത്തപ്പെടുന്ന ഗുണ്ടറ മക്കാം ആണ്ട് നേർച്ച. മറ്റേത് ആണ്ട് നേർച്ചയേക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ആണ്ട് നേർച്ചയിലേക്കുള്ള നമ്മുടെ യാത്രയും ഈ വനാതിർത്തിയിലെ അനുഭവങ്ങളും തന്നെയാണ്. വർഷത്തിലൊരേ ഒരു ദിവസം തൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ മാറ്റിവെച്ച് ജാതിമതഭേദമന്യേ 10,000 സംഗമിക്കുന്ന ഈ ആണ്ട് നേർച്ചയ്ക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാവണം വർഷാവർഷം 10 മടങ്ങ് വർദ്ധിച്ച് ആളുകൾ ഈ ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ കാരണവും.